ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് നേരത്തെയും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുള്ള അനുഭവ സമ്പത്തുണ്ട് എന്ന് പറയുമ്പോഴും ഒട്ടേറെ വിഷയങ്ങളുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ വളരെ ചെറിയൊരു ഉദാഹരണം എന്ന് നമുക്കറിയാം, ഈ മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനത്തിൽ തന്നെ പുനരന്വേഷണം നടക്കുകയാണ്. അന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ആ റിപ്പോർട്ട് വലിച്ചു കീറി എറിഞ്ഞു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ച സംശയങ്ങൾ ഉയരുന്നുണ്ട്. പൂരം കലക്കൽ പോലെയുള്ള ചർച്ചകളുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ നയങ്ങൾ, സമീപനങ്ങൾ, കീഴുദ്യോഗസ്ഥരോടുള്ള ബിഹേവിയർ, ഇതൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ആണ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ യോഗത്തിൽ വരുമെന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ആത്മഹത്യ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ പോലും പങ്കുവച്ചിരുന്നു. അതിലേക്ക് വരുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട അജണ്ട? ഇത്തരം വിഷയങ്ങൾ കൂടി ചർച്ചയിൽ വരുമെന്നാണോ മനസ്സിലാക്കേണ്ടത് ഡാൻ? ഒന്നാം പിണറായി വിജയൻ സർക്കാരിനെയും രണ്ടാം പിണറായി സർക്കാരിനെയും ഏറെ പ്രതിക്കൂട്ടിലാക്കിയ ഒരുപാട് വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കുമൊക്കെ വഴിവെച്ച ഒരു വകുപ്പാണ് ആഭ്യന്തര വകുപ്പ്. അതുകൊണ്ട് തന്നെയാണ് ആ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിലേക്ക് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഉമ്മൻചാണ്ടി സർക്കാരിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന രമേശ് ചെന്നിത്തല തന്നെ വീണ്ടും ആഭ്യന്തരമന്ത്രിയായി എത്തിയതിനു ശേഷം ആദ്യ ഉന്നതതല യോഗം പോലീസ് ആസ്ഥാനത്ത് വെച്ച് നടക്കുന്നത്. ഒരുപക്ഷെ ഈ ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തലയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ, അല്ലെങ്കിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ത്തിന് പിന്നാലെ ഏറ്റവും ആദ്യം അദ്ദേഹം നടപ്പിലാക്കിയ ഒരു തീരുമാനം ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവായി മുൻ ഫയർഫോഴ്സ് മേധാവി കൂടിയായ എ ഹേമചന്ദ്രനെ നിയമിച്ചു എന്നുള്ളതാണ്. UDF സർക്കാരുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന, എല്ലാ പ്രധാനപ്പെട്ട മന്ത്രിമാരുമായൊക്കെ അന്ന് വളരെ ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു എ ഹേമചന്ദ്രൻ. അദ്ദേഹത്തെ തന്നെ പോലീസ് ഉപദേഷ്ടാവായി നിയമിച്ചതിലൂടെ നയപരമായ കാര്യങ്ങളിൽ ആഭ്യന്തരമന്ത്രിക്ക് കൃത്യമായ അഡ്വൈസ് നൽകുക എന്നതിനപ്പുറത്തേക്ക് പോലീസിന്റെ മുഖമിനുക്കൽ ഏത് തരത്തിലാകണം, ക്രമസമാധാന ചുമതലയിലടക്കം നിർണായകമായ ചില അഴിച്ചുപണികൾ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള ADGP ഉൾപ്പെടെ മാറ്റിയേക്കും. ഇന്റലിജൻസ് തലപ്പത്ത് മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്. അതോടൊപ്പം വിജിലൻസ് തലപ്പത്തും അത്തരത്തിൽ അങ്ങനെ മാറ്റം വന്നാൽ വിജിലൻസ് തലപ്പത്തും ഒരുപക്ഷെ മാറ്റം ഉണ്ടായേക്കാം.